എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓൺലൈനിൽ കൂടെയൊക്കെ ആയതുകൊണ്ട് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കമായി പറയാം എന്നാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നവരും ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മാർത്ഥമായ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ ഈ പരിപാടിയെ ഒരു ചെറിയ പരിപാടിയായിട്ടല്ല, വലിയ പരിപാടിയായിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. എങ്കിലും പല കാരണങ്ങളാൽ ഇന്ന് ഇവിടെ തീർച്ചയായും വരേണ്ട പലർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വന്നവരായ നിങ്ങളെ പ്രത്യേകാൽ അഭിനന്ദിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു ചെറിയ പരിപാടി അല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയാണ് ഇത് വലിയ പരിപാടിയാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഈ പരിപാടി ദൈവസഭയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. ദൈവസഭ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. നിത്യതയിൽ, അനന്തതയിൽ പദ്ധതിയിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അത് ചരിത്രത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കാര്യപരിപാടിയാണ് സഭ. നമ്മൾ ഇന്നിവിടെ ഈ കൂടിയിരിക്കുന്ന പരിശീലന പരിപാടി, ശുശ്രൂഷ പരിശീലന പരിപാടി എന്ന് പറയുന്നത് സഭാ നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കർത്താവാണ് തന്റെ സഭയെ പണിയുന്നത്. എന്നാൽ എന്റെ മക്കളായ നമ്മെ ഒഴിവാക്കിയിട്ടല്ല, നമ്മെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടി നമ്മിൽ കൂടെ സഭയെ കർത്താവ് പണിയുന്നു. സഭയെ സഭയുടെ കർമ്മങ്ങൾക്കായി, ഉത്തരവാദിത്വങ്ങൾക്കായി, സഭയുടെ ധർമ്മ നിർവഹണത്തിനായി സുസജ്ജമാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പരിശീലന പരിപാടികൾ. കർത്താവിന്റെ സഭ ബലപ്പെടേണ്ടത്, ശക്തിപ്പെടേണ്ടത്, തയ്യാറാക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം കർത്താവിന്റെ സഭയെ ആണ് കർത്താവ് തന്റെ വേല ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സഭ ആരോഗ്യമുള്ളതായി തുടരുക എന്നുള്ളത് കർത്താവിന്റെ വേല നന്നായി നടക്കുവാൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി വലിയൊരു പരിപാടിയാണ് എന്ന് ഞാൻ ആദ്യമായി തന്നെ നിങ്ങളോട് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറയേണ്ടത്, ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരി സഹോദരന്മാർക്ക് ഒരു വലിയ പങ്കാണ് ശുശ്രൂഷയിൽ നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ കാര്യപരിപാടിയിൽ നിർവഹിക്കാനുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ
വേറൊരു യാഥാർത്ഥ്യം നാം മറക്കരുതാത്തത്, ദൈവസഭയിലെ ചുരുക്കം ചില ആളുകളെ അല്ല, ദൈവസഭയിലെ എല്ലാ അംഗങ്ങളെയും ഒരുമിച്ചാണ് ഈ കൃത്യനിർവഹണം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല പൂർത്തിയാക്കുക, ദൈവരാജ്യത്തെ പ്രസിദ്ധപ്പെടുത്തുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ചേർക്കുക എന്നിങ്ങനെയുള്ള സഭയുടെ ദൗത്യം, സകല ജാതികളെയും ശിഷ്യരാക്കുന്ന സഭയുടെ ദൗത്യം നിറവേറുവാൻ നമുക്ക് മുഴുവൻ സഭയും ആവശ്യമാണ്. സഭയിലെ ഓരോ വിശ്വാസിനിയും ആവശ്യമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ശരീരം പോലെ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ഒരു ആശ, ഇങ്ങനെ ഈ പരിശീലന പരിപാടിക്കായി നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇവിടെ അനേക സഭകൾ പ്രതിനിധാനം ചെയ്യപ്പെടുന്നുണ്ട്. ആ സഭകള് എല്ലാ അംഗങ്ങളും ഇവിടെ വന്നിട്ടില്ലെങ്കിലും അവിടെയുള്ള എല്ലാവരും ഇന്നത്തെ പരിപാടിയെ സഭയുടെ പരിപാടിയായി, നമ്മുടെ എല്ലാവരുടെയും പരിപാടിയായി കണക്കാക്കി ഇതിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി സഹകരിക്കുകയും ഇവിടെ വരുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും വരാൻ കഴിയാതെ പോയിട്ടുള്ളവര് ഇനിയും വരാനായിട്ട് അവർക്ക് വഴിയും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ വിജയം കാണുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ പരിപാടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ ഇത്രയും വലിയ സഭയുടെ പരിപാടി, സുവിശേഷ പരിപാടി എന്ന് പറയുന്നതായ അത്രയും വലിയ ഒരു പരിപാടി വേറെ ഇല്ല എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായി നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏത് കാര്യത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത്, ഏത് ജോലിയാണോ ചെയ്യുന്നത്, അതിന്റെ വലിപ്പം അനുസരിച്ച് തനിക്ക് തന്റെ ജോലിയെ കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് കാണാറുണ്ട്. ഉദാഹരണത്തിന് ഗവൺമെന്റ് ജോലിക്കാരെ അവരെ കുറിച്ച് വലുതായി ചിന്തിക്കുന്നു. ഇനി സംസ്ഥാന ഗവൺമെന്റിനല്ല, കേന്ദ്ര ഗവൺമെന്റിലാണ് ജോലിയെങ്കിൽ വലിയ ജോലിയായി അതിനെ കണക്കാക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികളിലെ, പ്രസിദ്ധമായ ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ കമ്പനിയുടെ വലിപ്പം പോലെ അവരെ കുറിച്ചും അവർ വലിയവരായി ചിന്തിക്കുന്നു. സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഭരണകൂടത്തെക്കാൾ വലിയ ഭരണകൂടം നാം ഒക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭരണകൂടം തന്നെയാണ് എന്നോർക്കണം. ഏറ്റവും വലിയ ജോലി, നാം ചെയ്യുന്ന ജോലി, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ആളുകള് നമുക്കോ നമ്മുടെ ജോലിക്കോ നാം ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ വചന പരിപാടികൾക്കോ ഒന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കും. സത്യമാണ്. അവർക്കതിന്റെ വലിപ്പം കാണുവാൻ, കർത്താവിനെ കാണുവാൻ അവർക്ക് കണ്ണ് തുറക്കാത്തതുപോലെ ഇതിന്റെ വലിപ്പം കാണുവാനും അവരുടെ കണ്ണ് തുറന്നിട്ടില്ല.
തേജസ്സിന്റെ നാഥനെ അവർ തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അവരെ ക്രൂശിക്കയില്ലായിരുന്നു, അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് അപ്പോസ്തലൻ അതിനെ സംബന്ധിച്ച് എഴുതിയത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ജോലി, സുവിശേഷ വേല, സഭയുടെ പ്രവർത്തനം, അതിനായിട്ടുള്ള ട്രെയിനിങ് ആണല്ലോ നമുക്കിപ്പോ കിട്ടുന്നത്. ഈ ജോലിയുടെ വലിപ്പം, ഇതിന്റെ മഹത്വം ഒരുപക്ഷെ ലോകം ഒരിക്കലും പൂർണ്ണമായി ഗ്രഹിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷെ ആ അബദ്ധം നമുക്ക് പറ്റരുത്. നാം ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ മഹത്വവും വലിപ്പവും നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ സഭകൾ, പ്രത്യേകിച്ച് കൊച്ചു കൊച്ചു സഭകളാണ്, വലിയ പള്ളികളില്ല, കാണത്തക്ക ഒന്നുമില്ല. എന്നാൽ അതൊക്കെയാണ് നമ്മെ കർത്താവിന്റെ ആ പുതിയ നിയമസഭയോട് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ സഭകൾ അതിന്റെ എല്ലാ തലങ്ങളിലും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഒക്കെ അനുകാരികളാകുവാനാണ് നാം സമർപ്പിതരായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതിനെ വലിയ കാര്യമായി കണക്കാക്കി ഇതിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ. രണ്ടാമത്, ഞാൻ നിങ്ങളെ ഒരു തരത്തിൽ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ഒരു ദിവസം ഇതിന് കൊടുക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയല്ലോ എന്നുള്ളതാണ്. ഞാൻ പലരോടും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ എല്ലാവർക്കും വേണ്ടതുപോലെ വന്നെത്തുവാൻ സാധിക്കാതെ പോകുന്നത് ഇതിനോടുള്ള എതിർപ്പോ വെറുപ്പോ വിരോധമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുമല്ല. എന്നാൽ സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇക്കാര്യത്തിൽ പ്രശംസിക്കുന്നതിൽ മടിക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നിട്ടല്ല ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനഃപൂർവ്വം മാറ്റിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവിടെ നാം 10 കൽപ്പനകളിൽ ഇതിന്റെ ഭാഗമായി വായിക്കുന്ന ഒരു വാക്യമാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നുള്ളത്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. ദശാംശം കൊടുക്കണം എന്ന് 10 കൽപ്പനകളിൽ ഇല്ല. എങ്കിലും എനിക്കറിയാം, ദശാംശം പോലുള്ള മറ്റെല്ലാ കൽപ്പനകളെയും 10 കൽപ്പനകളിൽ ഏതിലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അതിന്റെ ആത്മാവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എങ്കിലും ഇതുപോലെ ശബത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. ശബത്തിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു, വിശദമായി പറഞ്ഞിരിക്കുന്നു. 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥത ആചരിക്കണം. അത് ആഴ്ചതോറുമുള്ള സാബത്ത്. പിന്നെ പ്രത്യേക സാബത്തുകളുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്കുള്ള സമയം മുഴുവൻ കർത്താവ് തന്നതാണ്, നിങ്ങളെ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് സമയം കൊടുക്കണം എന്നാണല്ലോ ശബത്തിന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പുതിയ നിയമം വായിക്കുന്നതിന് മുമ്പേ അറിയാം. ഒരു ദിവസം വിശുദ്ധവും മറ്റു ദിവസങ്ങൾ സാധാരണവും എന്നില്ല.
എല്ലാ ദിവസങ്ങളും ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. പിന്നെ ഈ 7-ാം ദിവസത്തെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? അതിന്റെ ആത്മാവായിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ മുഴുവൻ സമയവും ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ ദാനവുമാകിയാൽ മനഃപൂർവ്വം ദൈവത്തന്ന സമയത്തിൽ നിന്ന് കുറച്ച് ഒരു ഭാഗം അത് ദൈവത്തിന് തന്നെ തിരികെ കൊടുക്കണം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിന്റെ ഭാഗമായി ആളുകളെയൊക്കെ വിളിച്ചു. കല്യാണത്തിന് വെച്ച് ആ കഥയിലെ ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ലെന്നാണ്. വരാതിരിക്കാൻ അവരോരോ ഒഴികഴിവുകൾ പറഞ്ഞു, രസകരമായ ഒഴികഴിവുകൾ. ഒരാൾ പറഞ്ഞു, ഞാൻ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കണം. വെറും ഉടന്തൻ ന്യായമാണെന്ന് അത് കേട്ടാൽ തന്നെ അറിയാം. വേറൊരാൾ പറഞ്ഞു, ഞാൻ 5 കാളയെ വാങ്ങിയിട്ടുണ്ട്, അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കണം. വാങ്ങിക്കഴിഞ്ഞല്ലേ പരിശോധിക്കുന്നത്, നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. മൂന്നാമത്, ഞാനൊരു സ്ത്രീയെ വിവാഹം ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ സമയമില്ല, ഇതിന് സമയമില്ല, കല്യാണത്തിന് പോകാൻ സമയമില്ല. വിവാഹം ചെയ്താൽ കല്യാണത്തിന് പോകാതിരിക്കുകയാണോ? ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ കല്യാണത്തിന് പോവുകയല്ലേ. ഞാൻ പറയുന്നത്, കർത്താവിന്റെ രാജ്യത്തിന്, കർത്താവിന്റെ പരിപാടികൾക്ക് ആളുകൾ നോ പറയുന്നതിന്റെ കാരണം മിക്കപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മുടന്തൻ ന്യായങ്ങളാണ്, സമയമില്ലെന്നുള്ള ന്യായങ്ങളാ പറയുന്നത്. ദൈവസഭയും നമ്മുടെയൊക്കെ സഭകൾ വേണ്ട പോലെ വളരാതെ ജീർണിക്കുന്നതിന്റെ കാരണം ഇവിടെ കണ്ടെത്താമെന്ന് വിചാരിക്കും. പൊതുവെ സർവസമ്മതമായ ഒരു കാര്യമാണ്, കോവിഡ് കാലത്തിന് ശേഷം ഓൺലൈൻ കാലം വന്നതോടുകൂടെ സഭകൾ ക്ഷീണിച്ചു എന്നുള്ളത്. അതിനു മുമ്പ് സാധ്യമല്ലാതിരുന്ന പല പ്രവർത്തന രീതികളും ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു ഗുണമായി കാണാം. പക്ഷെ പൊതുവെ ക്ഷീണിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. അതെന്തുമാകട്ടെ, ഒരു കാര്യം വ്യക്തമാണ്, ആളുകൾക്ക് ആത്മീയമായ പ്രവർത്തികൾക്ക് വേണ്ട പോലെ സംബന്ധിക്കുവാൻ കഴിയാതെ വരുന്നത് സമയം ഇല്ല എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ്. ഈ കഥയിൽ നമ്മൾ വായിച്ചതുപോലെ കല്യാണത്തിന് പോകാൻ സമയമില്ല. കാളയും ഭാര്യയും പറമ്പും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ ഒഴികഴിവിന് കാരണമാക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇന്ന് പറഞ്ഞല്ലോ, ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ അനേകം മണിക്കൂറുകൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം പ്രാപിച്ചിട്ട് വേണം പറയാൻ. സമയമാണ് വേണ്ടത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സമയമില്ല. 4 അധ്യായം ഒരു ദിവസം വായിച്ചാലേ ഒരു കൊല്ലം കൊണ്ട് ബൈബിൾ വായിച്ച് തീരുള്ളൂ ഏകദേശം. വചനം പ്രസംഗിക്കുന്നവർക്കാണെങ്കിൽ ആ 4 എന്നുള്ളത് എൻ്റെ ഇരട്ടിയെങ്കിലും വേണം. പൊതുവെ പറഞ്ഞാൽ പ്രാർത്ഥന വളരെ കുറഞ്ഞു പോകുന്നു.
3 നേരം പ്രാർത്ഥിച്ച പഴയ നിയമത്തിലെ ദാനിയേൽ, 7 നേരം സ്തോത്രം ചെയ്ത സങ്കീർത്തനകാരൻ, പതിവായി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർ, ഇവരൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്കത് കഴിയാത്തത്, അതിനെ ചോദിച്ചാൽ പറയുന്ന ഉത്തരം സമയം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഗൗരവമായി കാണേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ പരിപാടി, ഇപ്പൊ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ പരിശീലന പരിപാടിയും വിജയിക്കുവാൻ തീർച്ചയായും ഏറ്റവും അത്യാവശ്യമായി വരുന്നത് നമുക്ക് സമയം വേണം എന്നുള്ളതാണ്. കർത്താവിന്റെ വേല മുൻപോട്ട് പോകുവാൻ തങ്ങളുടെ മുഴുവൻ സമയം കൊടുക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട്. കുറച്ച് സമയം കർത്താവിന് കൊടുക്കുന്ന സ്വയം സേവകരെ അല്ല കർത്താവിന് വേണ്ടത്, മുഴുവൻ സമയം കർത്താവിന് കൊടുക്കുന്ന സൈനികരെയാണ് കർത്താവിന് വേണ്ടത്. മുഴുവൻ സമയ വേലക്കാരെന്നുള്ള ഒരു പേര് എടുക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങൾ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ അതേ ഒരു ആത്മാവിൽ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പൂർണ്ണ സമയം സുവിശേഷത്തിനായിട്ട് വേർതിരിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവനുസരിച്ച് ആ വരങ്ങളെ ഉപയോഗിച്ച് ഇനിയുള്ള എൻ്റെ കാലം മുഴുവൻ ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്കായാൽ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ വളരെ പ്രായോഗികമായിട്ടാണ് പറയുന്നത്. ചിലരൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ സഹതാപം തോന്നി. അവരുടെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് ഒഴികഴിവുകളല്ല, നല്ല കാരണങ്ങളാ പറഞ്ഞത്. അവരെങ്ങനെ ഈ പരിപാടിക്ക്, ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വരും എന്ന് ചോദിച്ചാൽ, എല്ലാ പരിപാടികൾക്കും പോകുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ചില ആളുകളുണ്ട്. എന്നെ കുറിച്ച് ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഇനിയെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ഗൗരവമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ദൈവം നമ്മെ കൂടുതൽ ഉപയോഗിക്കും. നിങ്ങൾക്ക് പ്രായം കുറവായിരിക്കും, പ്രായം കൂടുതലായിരിക്കും, ഏതവസ്ഥയിലുമാകട്ടെ സമയം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള നമ്മുടെ പരിശീലന പരിപാടി മാത്രമല്ല, എല്ലാ പരിപാടികളും നന്നായി വിജയിക്കുവാൻ, നമ്മുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകുവാൻ, ഈ തലമുറയിൽ സുവിശേഷവൽക്കരണം ഏറ്റവും നന്നായി നടക്കുവാൻ, സഭകൾ ഉണരുവാൻ, അങ്ങനെയുള്ള ഒരു സമർപ്പണമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പറഞ്ഞ് പഴകിയ സത്യമാണ്, സമയമില്ലാത്തവരായി ആരുമില്ല എന്നുള്ളത്. സമയം കൊടുക്കാത്തവരാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുന്നവരാണ്. നമുക്ക് കർത്താവിന് സമയം കൊടുക്കാം. എന്താണ് ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ആത്മീയ ജീവിതവും പ്രവർത്തനവും എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക, സന്ദർശനങ്ങൾ നടത്തുക, സുവിശേഷത്തിന് ആളുകളുടെ അടുത്ത് പോയി സുവിശേഷം പറയുക. ഇതൊക്കെയാണ്. ഇതിനെല്ലാം ഒന്നാമത് വേണ്ടത് സമയമാണ്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും മുഴുവൻ സമയത്തേക്കും തങ്ങളെ തന്നെ ലഭ്യമാക്കിക്കൊണ്ട് കർത്താവിന്
സമയം കൊടുക്കുവാൻ സമർപ്പണം അനേകർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മൂന്നാമതായി ഈ പരിപാടിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. കർത്താവിന്റെ പ്രവൃത്തിയെ കണ്ടിട്ട് അത്ഭുത പ്രവൃത്തിയും രോഗശാന്തിയും ഒക്കെ അതിലുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചല്ല, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു എന്നാ പറഞ്ഞത്. കണ്ടവരാ പറഞ്ഞത്. എല്ലാം നന്നായി ചെയ്യാൻ പരിശീലന പരിപാടികൾ ആവശ്യം. അല്ലെങ്കിൽ എല്ലാം നടക്കും, പക്ഷെ ചിലതൊക്കെ നന്നായി നടക്കും, അല്ലെങ്കിൽ ഒന്നും നന്നായി നടക്കുകയില്ല. എല്ലാ കാര്യവും നന്നായി ചെയ്തു എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മെ കുറിച്ചും നമ്മുടെ സഭകളെ കുറിച്ചും ഒക്കെ പറയാൻ ഇടയാകേണ്ടതാണ്. ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുക, ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, അത് നന്നായി ചെയ്യുക. ആ ഒരു നിർബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഭയുണ്ട്, സഭയിലെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ യോഗങ്ങളുണ്ട്. നമ്മുടെ യോഗങ്ങളൊക്കെ നന്നായിട്ടാണോ നടക്കുന്നത്? നമ്മുടെ യോഗങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവും കഴിവും ഉള്ള ആളുകൾ വന്ന് കണ്ടാൽ സഭായോഗം ഇവിടെ വളരെ നന്നായി നടക്കുന്നു എന്ന് പറയുമോ? അല്ല, നമ്മുടെ യോഗങ്ങൾ നന്നായിട്ടാണോ നടക്കുന്നത് അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചിന്ത പോലും ഉണ്ടോ? വല്ലപ്പോഴും അങ്ങനെ സഭയിലുള്ള വിശ്വാസികളെ ഒരുമിച്ച് കൂടി മുതിർന്നവരും സഹോദരന്മാരും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു യോഗം നന്നായിട്ടാണോ നടക്കുന്നത് അതങ്ങനെ വിലയിരുത്താൻ ഒരു സമയം വേർതിരിച്ചിട്ടുണ്ടോ? എനിക്കൊക്കെ അറിയാവുന്ന പല സ്ഥലങ്ങളിലും സഭയിലെ മുതിർന്ന സഹോദരന്മാർ, മുപ്പന്മാരായവരും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവരുമായ 3-4 ആളുകളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അവര് പതിവായി ഒരുമിച്ച് കൂടി പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും നന്നാക്കാനുള്ള ശ്രമം നടത്തുകയും ഒരുമിച്ച് ഭാരത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ പലയിടത്തും അതില്ല. എന്ന് പറഞ്ഞാൽ ഇത് നന്നായി നടക്കണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ലാത്ത പോലെയാണ് പലപ്പോഴും സഭകള് നടക്കുന്നത്. ഞാനൊരു ദോഷൈക ദൃക്കല്ല. ഞാൻ അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നന്നായി ചെയ്യാനുള്ള ശ്രമിക്കുന്നവർ അതിന്റെ പുറകിലുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് അറിയാതെ അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കർത്താവ് എല്ലാം നന്നായി ചെയ്തതാണ്. ഞങ്ങൾക്കെല്ലാം നന്നായി ചെയ്യണം. ഓരോ സഭയും ആ സഭയിലുള്ള വിശ്വാസികളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ അനുസരണമായി ആകാവുന്നതിൽ ഏറ്റവും നന്നായിട്ടാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുവാൻ ആലോചനകൾ നടത്തുകയും സ്വയം ചിന്തകൾ നടത്തുകയും പരിഹാര പരിപാടികൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യേണ്ടതല്ലേ? ഒരു യോഗം നന്നായി നടന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം, സമയത്തിന് തുടങ്ങും. 10 മണിക്കാണ് യോഗം തുടങ്ങേണ്ടതെങ്കിൽ 5-10 മിനിറ്റ് മുമ്പ് എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ ഒരുക്കങ്ങൾ ചെയ്യേണ്ട ആളുകള് അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പൊക്കെ വരും. എല്ലാം നന്നായി നടക്കണമെങ്കിൽ ഒരുക്കങ്ങൾ വേണം.
സഭായോഗത്തിൽ പാട്ടുകൾ നന്നായിട്ടാണോ നടക്കുന്നത്? നന്നായി പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി പാട്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പാട്ട് പാടിയ പോരാ, പാട്ടും സെലക്ട് ചെയ്യണം. പാട്ടുപുസ്തകത്തിലുള്ള പാട്ടുകളെല്ലാം തന്നെ എല്ലാം ഒരുപക്ഷെ പാടാൻ കൊള്ളാവുന്നതല്ല. കാരണം പല പാട്ടുപുസ്തകങ്ങളൊക്കെ ആണല്ലോ ഉള്ളത്. പാട്ടുപുസ്തകത്തിൽ നല്ല പാട്ടുകൾ മാത്രമേ ഉൾപ്പെടുത്താവൂ. നമ്മളൊക്കെ ഉണ്ടാക്കിയ പാട്ടുപുസ്തകത്തിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ പൊതുവെ പാട്ടുപുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പാട്ടുപുസ്തകങ്ങളിലും എല്ലാ പാട്ടുകളും നല്ലതല്ല. നല്ല പാട്ട് വേണം. പാട്ടുപുസ്തകത്തിലുള്ള പാട്ടുകളിൽ തന്നെ ഏത് പാട്ട് എന്ന് എങ്ങനെ പാടണം, അതിനൊക്കെ പാട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. പാട്ടുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് തന്നെ പരിശീലനം വേണം. പാട്ടുകളെ അറിയാനും പല തരത്തിൽ പാട്ടുകളെ തിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതാണ്. അവസരോചിതമായ പാട്ടുകൾ. നന്നായി നടക്കുന്ന ഒരു സഭയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, സഭായോഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, ഓരോ സഭായോഗത്തിനും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. എപ്പോഴും ദൈവസ്നേഹം തന്നെയല്ല, എപ്പോഴും നരകമല്ല, എപ്പോഴും ഭാവിയല്ല. ബൈബിളിലുള്ള എല്ലാ വിഷയങ്ങളും ദൈവ ക്രമീകരണം അനുസരിച്ച് തെരഞ്ഞെടുത്ത് അതാത് ദിവസത്തെ എന്താണോ സന്ദേശം, അതാത് ദിവസത്തെ സഭായോഗത്തിന്റെ ഫോക്കസ്, കേന്ദ്രബിന്ദു എവിടെയാണ്, അതനുസരിച്ച് വേണം പാട്ടും പ്രാർത്ഥനയും പാട്ട് തിരഞ്ഞെടുക്കാൻ. ഞാൻ പറയുന്നത് ഞങ്ങളുടെ സഭയിൽ പാട്ടുണ്ട്, അതെ, ചോദ്യം അതല്ല. പാട്ട് നന്നായി, പാട്ടിന്റെ സെലക്ഷൻ. ഇനി പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പാടുന്നതോ? എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാനുള്ള കഴിവ് ഒരേപോലെ അല്ല. എങ്കിലും ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അതാത് സഭകളില് ഉള്ള സഹോദരന്മാരുടെ സഹോദരിമാരുടെ പാട്ട് പാടാനുള്ള കഴിവിന്റെ ഏറ്റവും മികച്ച നിലയിലായിരിക്കണം പാടുന്നത്. അതിന് സംശയമൊന്നുമില്ല. പാട്ടെന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആണല്ലോ നമ്മുടെ തുടക്കവും ഇടയ്ക്കും അവസാനവും ഒക്കെ. സ്വർഗത്തിലും പാട്ടുണ്ട്. പാട്ടിനെ നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ സഭാ നേതൃത്വം മാത്രമല്ല, ഈ പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ, താളം, സ്വരം, ശ്രുതി, ലയം, ഗതി, ധ്വനി എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനമാണ്. ഞാൻ എല്ലാവരും പാട്ടിന്റെ ഒരുപോലെ എക്സ്പേർട്ട് ആവണമെന്നല്ല പറയുന്നത്. എങ്കിൽ നമ്മൾ ശ്രമിക്കുമ്പോഴല്ലേ ആരുടെ ഉള്ളിലാണ് ഏത് കഴിവാണുള്ളതെന്ന് അറിയുന്നത്. എല്ലാവർക്കും പാട്ട് ലീഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എല്ലാവർക്കും കൂടെ പാടാൻ പറ്റും. പാട്ടിന്റെ പരിശീലനങ്ങളില്ലെങ്കിൽ പാട്ട് നന്നായി പാടാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ ഒരു സംഗീത ഉപകരണം, കൊട്ടും പട്ടും തട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഉപകരണം. പണ്ടുകാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലെ പാട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പാട്ടുകളിലൊക്കെ തമ്പേറടി, ഡ്രം അടിക്കലൊക്കെ ഉണ്ടായിരുന്നു. വലിയ ചെലവില്ല. ആൾ മാറി മാറി അടിക്കും, നന്നായി അടിക്കുന്നവരുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച്, എന്നാൽ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദത്തിൽ നമ്മുടെ ശബ്ദം മുങ്ങിപ്പോകാതെ അത് ബാലൻസ് ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും അന്യോന്യം ആത്മീയ വർധന വരുത്തുന്നതുമായ നല്ല പാട്ട്, നല്ല പാടൽ ഉണ്ടാകണമെങ്കിൽ പരിശീലനം ആവശ്യമാണ്. പ്രാർത്ഥന പോലും അങ്ങനെയാണ്. പാട്ട് മാത്രമല്ല, പ്രാർത്ഥന തന്നെ പിന്നെ സഭായോഗമുള്ള വേറൊരു കാര്യം. നമ്മള് വെറുതെ അഭിമാനിക്കുന്ന ആളുകളാണ്. അതായത് നമുക്ക് പ്രാർത്ഥന എഴുതിയ പുസ്തകമില്ലെന്നുള്ളതിന്റെ പേരിൽ. അത് അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതിനേക്കാൾ
സങ്കടപ്പെടേണ്ട ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ അറിയാം. പല പ്രാർത്ഥനകളും ആവർത്തനമാണ്. ആവർത്തിക്കുന്ന തെറ്റൊന്നുമില്ല. അർത്ഥപൂർണമായ ആവർത്തനമാണെങ്കിൽ എന്താ തെറ്റ്? എങ്കിലും ഒരാൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ഒരേ വാക്കുകൾ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രാർത്ഥന ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? സന്ദർഭം ഒന്നും നോക്കാതെ വായിൽ വന്നത് പ്രാർത്ഥിക്കുന്നത് ആണോ പ്രാർത്ഥന? ആത്മാവിൽ പ്രാർത്ഥിക്കുക, അർത്ഥപൂർണമായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ വെച്ച് നന്നായി പ്രാർത്ഥിക്കാൻ പരിശീലനം ആവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ എനിക്കറിയാം, പണ്ടങ്ങനെയാണ് പ്രാർത്ഥന എഴുതിയ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്തീയ നേതാക്കന്മാർ അനാത്മികരൊന്നും ആയിരുന്നില്ല. അർത്ഥം അറിയാതെ അത് ഉരുവിട്ട് അതൊരു ആത്മീയമായ പ്രയോജനമില്ലാത്ത കാര്യമായി തീർന്നു എന്ന് പറയാം. എന്നാൽ എഴുതിയതിലല്ല പ്രശ്നം, എഴുതാത്തതിലാണ് പ്രശ്നം എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. തീർച്ചയായും നമുക്ക് കൂടുതൽ നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കും. അവസരോചിതമായി ആത്മപ്രേരിതമായ നല്ല ആശയവും വാക്കുകളുമുള്ള നല്ല പ്രാർത്ഥനകൾ, ഹൃദയത്തിൽ നിന്ന് ചൂടോടുകൂടെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ വേണം. പരിശീലനം ആവശ്യമാണ്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ സഭകളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ചൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ ആളുകളെ ചത്താൽ അവരെ കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടിടുന്നവരാണ്. അപ്പൊ അക്കാലത്ത് പള്ളികൾക്കൊക്കെ കബറിടങ്ങൾ ഉണ്ടായിരുന്നു. അവരത് മിക്കവാറും ഒക്കെ ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. നമ്മുടെ കബറിടങ്ങൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഉള്ളതൊക്കെ കാട് കയറി കിടക്കുകയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞതാ. ഇന്നതിന് മാറ്റം വന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മുടെ കബറിടങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായി ചെയ്യാന്ന് പറഞ്ഞാൽ അതും പെടും. വർഷത്തില് ചുരുങ്ങിയത് 2, ചിലപ്പോൾ 3, 4 പ്രാവശ്യം കബറിടത്തിൽ പോയി അതിനൊരു സുന്ദരവത്കരണം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറയേണ്ടതില്ല. നമ്മൾ സഭായോഗം കൂടുന്ന സഭായോഗം കൂടുന്ന സ്ഥലമോ യോഗസ്ഥലമോ അതൊരു വീട്ടിലാകട്ടെ, ചാർത്തിലാകട്ടെ, ചെറിയ കെട്ടിടത്തിലാകട്ടെ, ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് പലപ്പോഴും വെറും പുല്ല് മേഞ്ഞ മണ്ണ് ഭിത്തിയായ സ്ഥലങ്ങളായിരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് വൃത്തിയാക്കി വെക്കാമല്ലോ, മെഴുകി വൃത്തിയാക്കി വെക്കാമല്ലോ. ഇതിനൊക്കെ നന്നായി ചെയ്യാം. ഞാൻ പറഞ്ഞത്, നമുക്കുള്ള സ്ഥലം, ഉള്ള യോഗം നന്നായി ചെയ്യാം. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ യോഗത്തിന് പോകുമ്പോ, പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ ഇടാനായിട്ട് ഉടുപ്പ് വേറെ വെച്ചിട്ടുണ്ട്. സാധാരണ ധരിക്കുന്ന ഉടുപ്പ്, പള്ളിയിൽ ഇടാനുള്ള ഉടുപ്പ്. എന്നുവെച്ചാൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് പോകാവുന്ന ആരോ അവരെ പഠിപ്പിച്ചു. ആരാണെങ്കിലും അത് ശരിയായ ഒരു പഠിപ്പിക്കലാണ്. ആർഭാടമായി കാണിക്കാനായിട്ട് പോകണമെന്നല്ല, എന്നാൽ വൃത്തിയായിട്ടിരിക്കണം, ഡീസന്റ് ആയിരിക്കണം. ഇപ്പോ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ അതിനൊന്നും പറയാൻ സമയമില്ലല്ലോ. ഏതായാലും സഭയിലെ യോഗ്യമായി ധരിക്കാവുന്ന വസ്ത്രത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഓരോ സഭയിലും ഉണ്ടായിട്ട് ഒരു ഡ്രസ് കോഡ് പാലിക്കുന്നത് നല്ലതാണെന്നും അത്യാവശ്യമാണെന്നും എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും ഒരേ നല്ല വസ്ത്രം, യോഗ്യമായ വസ്ത്രം ഇടണമെന്ന് ചോദിച്ചാൽ ഇടണം. പക്ഷെ എന്തെങ്കിലും പ്രായോഗിക കാര്യങ്ങളാൽ അത് നടക്കുന്നില്ലെന്ന് വന്നാൽ തന്നെ
നമ്മുടെ സഭായോഗത്തിനും മറ്റും വരുമ്പോ വളരെ യോഗ്യമായ വസ്ത്രം തന്നെ ധരിച്ചു വരാൻ നിഷ്കർഷിക്കുന്നത് പരീശത്വം ഉണ്ടാക്കുമെന്നാണ് ചിലരുടെ ഭയം. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്, ആ ഭയത്തെക്കാൾ കൂടുതൽ നമുക്കൊരു പ്രത്യാശ തരുന്നത് ഒരു ക്രമം, ഒരച്ചടക്കം നമ്മുടെ ഇടയിൽ ഉണ്ടാകും എന്നാണ്. തീർച്ചയായും നമുക്ക് ഏത് കാര്യവും നന്നായി ചെയ്യണം. സഭായോഗത്തിന് ദൈവമക്കൾ പോകുന്നത് കണ്ടാൽ ദൈവ ഭയമുള്ള ദൈവ മക്കൾ യോഗ്യരായ രീതിയിൽ പോകുന്നതായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നവർക്ക് കാണാൻ സാധിക്കണം. കാരണം നമ്മുടെ കർത്താവ് എല്ലാം നന്നായി ചെയ്തു എന്ന് സാക്ഷ്യം പ്രാപിച്ച കർത്താവ്. നെഹമ്യാവ് 4:19 തന്റെ ആ മതിൽ പണിയുന്ന ശുശ്രൂഷയെ കുറിച്ച് താൻ തന്നെ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്ന വേല വലിയതും മഹത്വമായതാകുന്നു എന്നാണ്. തനിക്ക് വിശേഷ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ ഒരു കാലത്ത് വായിച്ചു ഓർക്കുന്നു. നമ്മുടെ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഒരാള് ജോർജ് ബെർവർ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തില് ഈ ട്രാക്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, സാഹിത്യ വിതരണം എങ്ങനെ ചെയ്യണമെന്നുള്ളത് എഴുതിയത് ഞാൻ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന് പ്രാർത്ഥിച്ചൊരുങ്ങണം, ട്രാക്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്ന് ഇത് കൊടുക്കുമ്പോ ചിരിച്ചുകൊണ്ട് നിൽക്കണം, സന്തോഷമായി നിൽക്കണം, ഗൗരവമായി നിൽക്കണം, നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. ഈ ട്രാക്ട് അങ്ങോട്ട് കൊടുക്കണം കാണുമ്പോ നമ്മൾ എന്തോ ഒരു ഗൗരവമായ കാര്യം സന്തോഷമായി ചെയ്യുന്ന ഒരു ആത്മീയ കാര്യം ചെയ്യുന്നു എന്ന് ഈ ട്രാക്ട് വാങ്ങുന്നവർക്ക് തോന്നണം എന്നൊക്കെ വായിച്ചു ഓർക്കുന്നു. ശരിയായി, ഈ ട്രാക്ട് എന്ന് പറയുന്നത് സാധാരണക്കാരനൊരു വിലയില്ലാത്ത സാധനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ സന്ദേശം അച്ചടിച്ചിരിക്കുന്ന ഒരു കടലാസാണത്. അതിന് വലിയ വിലയുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അത് ഒരാളുടെ കയ്യിൽ നിന്ന് വീണു പോയാൽ അല്ലെങ്കിൽ ഒരാൾ എറിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ മുമ്പിലാണെങ്കിൽ ഓടിച്ചെന്ന് എടുക്കണം. ഏത് കാര്യവും നന്നായി ചെയ്യാം, വളരെ നന്നായി ചെയ്യാം, ഏറ്റവും നന്നായി ചെയ്യാം. അതിനൊക്കെ നമുക്ക് വേണ്ടത് പരിശീലനമാണ്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടന പഴയ കാലങ്ങളിൽ ഒരുപാട് ആദർശപൂർണമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ചെയ്തവരാണ്. ദൈവം അവർ വളരെ ഉപയോഗിച്ചു. ഇന്നത്തെ കാര്യത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. സംഘടന നിലനിൽക്കുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, അവർ എല്ലാം നന്നായി ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കൾ. നെഹമ്യാവ് 3:5 നെഹമ്യാവ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ആളാണെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് തെക്കോവയിലെ വലിയ ആളുകൾ, കുലീനന്മാരായവർ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്നാണ്. തെക്കോവയിലെ വലിയ ആളുകൾ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ലോകം വലിയവരെന്ന് കണക്കാക്കുന്ന ആളുകളൊന്നും അല്ലായിരിക്കും നമ്മുടെ സഭകളിലൊക്കെ ഉള്ളവർ. എന്നാൽ നമ്മുടെ സഭകളിലുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിലയേറിയ ആത്മീയ വരങ്ങള് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ ആ വരങ്ങളെ ജ്വലിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ്. അതുകൊണ്ട് ഈ പരിശീലന പരിപാടിയെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചത്, ചില പരിശീലന പരിപാടികളിൽ സഭയിൽ എല്ലാവർക്കും വരാം. ചില പ്രോഗ്രാമുകളിൽ സഭയിലെ ലീഡേഴ്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് എല്ലാവരും വരണം. എന്നാൽ മറ്റു ചിലതില് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, മൂപ്പന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നവർ, ഡീക്കന്മാർ, അവർ മാത്രം. ഇതിൽ നിന്ന് ഒഴിവ് ആർക്കുമില്ല. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പരിശീലനം തന്നെ ഇത് അങ്ങനെ തന്നെ ആവശ്യം പോലെ സഭകളിൽ ചെന്ന് പകർന്നു കൊടുക്കാൻ നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങൾ വീട്ടിൽ പറയണം, സഭയിൽ പറയണം. ഇതിന്റെ വ്യത്യാസം നമ്മുടെ പ്രവർത്തനങ്ങളില് നമുക്ക് കാണുവാനിടയാകുന്നു. വളരെ സന്തോഷത്തോടുകൂടെ
ഇന്നത്തെ ഈ പരിശീലന പരിപാടിയിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നാം ചെയ്യുന്ന ഈ കാര്യം, സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷവുമായി ബന്ധപ്പെട്ട ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ്. ഇതിൽ വലുതൊന്നുമില്ല. അതുകൊണ്ട് ആ ഗൗരവബോധത്തോടെ, ആ അഭിമാനത്തോടുകൂടെ സഭാ സംബന്ധമായ എല്ലാ ആത്മീയ ശുശ്രൂഷകളും, ആത്മീയം എന്ന് പറഞ്ഞാൽ അതിലെ കഞ്ഞി വെക്കുന്നതും മുറ്റം അടിക്കുന്നതും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇതൊരു വലിയ പരിപാടിയാണ്. 2, സമയമില്ലെന്നുള്ള പതിവ് പല്ലവി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെയുള്ള പരിശീലന പരിപാടികളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴൊക്കെ എല്ലാവരും സമയം കൊടുക്കണം, ചിലപ്പോഴൊക്കെ സഹോദരന്മാരെല്ലാവരും സമയം കൊടുക്കണം. അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുമായി മുൻപിൽ നിൽക്കുന്ന സഹോദരന്മാർ മനഃപൂർവ്വം സമയം കൊടുക്കണം. ലീവ് എടുത്തും മാറ്റിവെച്ചും ഒക്കെ സമയം കൊടുക്കണം. എന്നാൽ മാറ്റിവെക്കാവുന്നത് മാറ്റിവെച്ച് ഇങ്ങനെയുള്ളതിൽ പങ്കെടുക്കുവാൻ സബത്തിന്റെ കൽപ്പന നൽകിയ കർത്താവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. 3, നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കഴിവിനനുസരിച്ച്, നമുക്ക് എത്ര കഴിവുണ്ടെന്ന് അറിയുന്നത് ഇങ്ങനെ പരിശീലിക്കുമ്പോഴേ ഉള്ളൂ. നമ്മുടെ കഴിവിന്റെ പരമാവധി കർത്താവ് തന്ന വരങ്ങളെ നന്നായി പ്രയോഗിച്ച്, എന്നാൽ ആത്മപ്രേരിതരായി, ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെയല്ല. ഇവന്റ് മാനേജ്മെന്റിലെ സംഗീതജ്ഞരും പ്രഭാഷകരും ഒക്കെ പെർഫോം ചെയ്യുന്നത് പോലെ പെർഫോം ചെയ്യണമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവിന്റെ പരമാവധിയുള്ള പെർഫോമൻസ് ആയിരിക്കണം. പക്ഷേ ആത്മീയത, പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം അതെല്ലാം ചെയ്യുന്നത്. സ്വയം താഴ്ത്തി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചെയ്യുന്നതെല്ലാം ഏറ്റവും നന്നായി ചെയ്യാൻ കർത്താവ് നേടിയ ആ സാക്ഷ്യം നമുക്ക് നേടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.